ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചർ എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യണമെന്നില്ല. റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക, അല്ലാത്ത കാര്യങ്ങൾ യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക. റീഡിംഗ് കാണുന്നതിന് മുമ്പ് ആ ഒരു വ്യക്തിയെ ഓർത്തുകൊണ്ട് ഈ ഒരു റീഡിംഗ് കാണുക. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചർ എന്നുള്ളത്. എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചർ? എന്താണ് ഈ ഒരു സമയത്ത് യൂണിവേഴ്സിന് നിങ്ങളോട് പറയാനായിട്ടുള്ളത്? എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചർ? ഫോർ ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. നിങ്ങൾ ആ ഒരു വ്യക്തിയെ, നിങ്ങൾ ഓർക്കുന്ന വ്യക്തിയെ നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് ഈ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് വിട്ടുകളയാൻ മനസ്സില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളിവിടെ ചവിട്ടി പിടിച്ചിരിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതായത് നിങ്ങളിവരെ അതായത് ഈ ഒരു ബന്ധത്തിൽ നിന്നും പുറത്തു വരാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമില്ല. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും പോകുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഈ ഒരു ഫോർ ഓഫ് പെന്റക്കിൾസ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതായത് നിങ്ങൾ ഇവിടെ ഈ ഒരു വ്യക്തിയെ ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. പക്ഷേ ഇവിടെ യൂണിവേഴ്സിന് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, നിങ്ങൾ അങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കേണ്ട. അതായത് അത് നിങ്ങൾക്കുള്ളതാണെങ്കിൽ, അത് നിങ്ങൾക്കരികിൽ നിൽക്കേണ്ട ഒരു വ്യക്തിയാണെങ്കിൽ അത് അവിടെ തന്നെ കാണും. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ ഹോൾഡ് ചെയ്ത് അടക്കി പിടിച്ചു വെക്കേണ്ട എന്നാണ് ഈ ഒരു ഫോർ ഓഫ് പെന്റക്കിൾസ് നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്ക് നോക്കാം ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധത്തിന്റെ ഫ്യൂച്ചർ എന്താണെന്നുള്ളത്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ഡെത്ത് കാർഡ് കിട്ടിയിട്ടുണ്ട്. അതായത് എന്തൊക്കെയോ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ തമ്മിൽ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഈ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെയോ തരത്തിലുള്ള വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുന്നോട്ട് പോകുമ്പോൾ എന്തോ ഒരു കാര്യം ഇവിടെ എൻഡായി പോകുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ഈ ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുന്ന കാര്യം തന്നെ ഒരുപക്ഷെ എൻഡായി പോകുവാൻ സാധ്യതയുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് ഇവിടെ സംഭവിക്കുന്നത് ഒരു ട്രാൻസ്ഫർമേഷൻ ആണെന്ന് കാണിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധത്തിന്റെ ഫ്യൂച്ചർ എന്നുള്ളത്. വീണ്ടും നമുക്കിവിടെ ടവറാണ് കിട്ടിയിരിക്കുന്നത്. അതായത് അപ്രതീക്ഷിതമായ എന്തോ ഒരു കാര്യം ഒരുപക്ഷെ ചില വ്യക്തികളൊക്കെ സംബന്ധിച്ചിടത്തോളം ഇതിനോടകം തന്നെ സംഭവിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം നിങ്ങളുടെ ബന്ധത്തിൽ സംഭവിച്ച ഒരു എനർജി കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ഈ ഒരു സമയത്ത് വേദനയിലൂടെ കടന്നു പോകുന്ന പല വ്യക്തികളും, ഈ ഒരു റീഡിംഗ് കാണുന്ന പല വ്യക്തികളും വളരെയധികം വേദനയിലൂടെ കടന്നു പോകുന്ന ഒരു കാര്യമാണ് നമുക്ക് ഈ ഒരു ടവർ കാർഡ് പറഞ്ഞു തരുന്നത്. അതായത് പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം, ഒരു നഷ്ടം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു എനർജി ഈ ഒരു ടവർ കാർഡിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചർ എന്നുള്ളത്. അതുപോലെ തന്നെ നമുക്കിവിടെ കിങ് ഓഫ് പെന്റക്കിൾസ് കിട്ടിയിട്ടുണ്ട്. അതായത് ഇത് നിങ്ങളെയാണ് കാണിക്കുന്നത്. അതായത് ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വളരെയധികം വിഷമത്തിൽ ഇരിക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. പക്ഷേ മുന്നോട്ട് ചെല്ലുമ്പോൾ, അതായത് കുറച്ചുകൂടി കഴിയുമ്പോൾ നിങ്ങളൊരു കിങ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയിലോട്ടൊക്കെ മാറുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു എനർജി നമുക്ക് ഈ ഒരു കാർഡ് പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു ബന്ധത്തിന്റെ ഫ്യൂച്ചർ എന്നുള്ളത്. അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു സിക്സ് ഓഫ് കപ്സിന്റെ എനർജി ഒക്കെ കിട്ടുന്നുണ്ട്. അതായത് നിങ്ങളിൽ പലരും ഇപ്പോഴും ആ ഒരു വ്യക്തിയെ ആലോചിച്ചിരിക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. അതായത് ആ ഒരു വ്യക്തിയുമായിട്ടുള്ള പഴയ ഓർമ്മകൾ, അതുപോലെ തന്നെ അവരുടെ ഫോട്ടോസ്, ഇതൊക്കെ നിങ്ങൾ ഈ ഒരു സമയത്ത് എടുത്തു നോക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പക്ഷേ ഇവിടെ കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധത്തിന്റെ ഫ്യൂച്ചർ എന്നുള്ളത്. ടെൻ ഓഫ് സോർട്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് മാറ്റം ആവശ്യമാണെന്ന് കാണിക്കുന്നുണ്ട്. അതായത് ഈ ഒരു വ്യക്തിയുമായിട്ട്, അതായത് ചില വ്യക്തികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും, ഈ ഒരു ബന്ധത്തിൽ നിന്നും കുറച്ച് അകന്നു പോയ ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതിലൂടെ ഇവിടെ ചില വ്യക്തികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വേദന ഈ ഒരു സമയത്ത് ഉണ്ടെന്ന് നമുക്ക് ഈ ഒരു കാർഡ് പറഞ്ഞു തരുന്നുണ്ട്. അതായത് ഇപ്പോൾ വളരെയധികം വേദനാപരമായ ഒരു അവസ്ഥയിലൂടെ നിങ്ങളിൽ പലരും കടന്നു പോകുന്ന ഒരു എനർജിയാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഓർക്കുക, നിങ്ങൾ ഇതിൽ നിന്നും കുറച്ചുകൂടി സമയം കഴിയുമ്പോൾ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ ചില വ്യക്തികളൊക്കെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വ്യക്തിയുടെ ഓർമ്മകളിൽ തന്നെ മുന്നോട്ട് പോകുന്ന ഒരു എനർജിയൊക്കെ കാണുന്നുണ്ട്. പക്ഷെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അത് നിങ്ങൾ നിർത്തുക, ഇത് നിങ്ങൾക്കൊരു പാഠമായിരുന്നു. അതായത് ഈ ഒരു വ്യക്തി
ചില പാഠങ്ങൾ പഠിപ്പിക്കുവാനായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും എൻഡ് ആകേണ്ടതായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക എന്നാണ് ഈ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു ബന്ധത്തിന്റെ ഫ്യൂച്ചർ എന്നുള്ളത്. അതുപോലെ തന്നെ നമുക്കിവിടെ 7 ഓഫ് കപ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ ഈ ഒരു സമയത്ത് അതായത് നിങ്ങൾ ഒരു ഇല്യൂഷനിലാണെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നും നിങ്ങൾ പുറത്തോട്ട് വരിക എന്നാണ് ഈ ഒരു കാർഡ് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് വളരെയധികം ആശയക്കുഴപ്പമുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ഏതാണ് ശരി, ഏതാണ് തെറ്റ്, ആരാണ് ശരി, ആരാണ് തെറ്റ് എന്നുള്ള രീതിയിൽ ആശയക്കുഴപ്പമുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ കുറച്ചു നേരം ഒന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് ഒന്ന് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് ഈ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതായത് നിങ്ങൾ ഈ ഒരു സമയത്ത് വളരെയധികം ആശയക്കുഴപ്പത്തിലാണെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയുടെ ഉദ്ദേശം എന്തായിരുന്നു, ഈ ഒരു വ്യക്തി പൂർണ്ണമായിട്ടും നിങ്ങളിൽ നിന്ന് വിട്ടുപോയ എന്നുള്ള ഒരു ചിന്തയിൽ നിങ്ങൾ ഇരിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധത്തിന്റെ ഫ്യൂച്ചർ എന്നുള്ളത്. നമുക്കിവിടെ മൂൺ കാർഡാണ് കിട്ടിയിരിക്കുന്നത്. അതായത് ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിന്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും ഈ ഒരു വ്യക്തി നിങ്ങളെ നല്ല രീതിയിൽ തന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും മറച്ചു വെച്ച ഒരു എനർജി കാണുന്നുണ്ട്. എന്തൊക്കെയോ കാര്യങ്ങൾ മറച്ചു വെക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ആ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ സംസാരിക്കുന്നില്ല എന്നാണ് ഈ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ ആശയവിനിമയം, നിങ്ങൾ തമ്മിൽ ആശയവിനിമയത്തിന്റെ നല്ലൊരു കുറവ് നമുക്ക് ഈ ഒരു മൂൺ കാർഡ് വ്യക്തമായി തന്നെ പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾ ഇനി വ്യക്തതയോട് കൂടി മുന്നോട്ട് പോവുക. അതായത് അർത്ഥമില്ലാത്ത ബന്ധങ്ങളിൽ ഇനി നിങ്ങൾ പിടിച്ചു നിൽക്കുവാനായിട്ട് ശ്രമിക്കരുത്. അപ്പോൾ അതിൽ നിന്നും നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക എന്നാണ് കാർഡുകൾ നമുക്ക് പറഞ്ഞു തരുന്നത്. അതായത് ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിന്റെ ഫ്യൂച്ചർ മുന്നോട്ട് പോയാൽ പോലും പലതരത്തിലുള്ള കൺഫ്യൂഷൻ മാത്രമേ നിങ്ങൾക്ക് തരുള്ളൂ എന്നാണ് നമുക്കിവിടെ ഈ ഒരു കാർഡ്സുകളിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ നിന്നും ആദ്യം കുറച്ച് പ്രയാസമായിരിക്കാം, പക്ഷെ അതിൽ നിന്നും നിങ്ങൾ പുറത്ത് കടക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കുക. എന്തായാലും ഇപ്പോഴത്തെ ഈ ഒരു വിഷമം, നിങ്ങൾ അനുഭവിക്കുന്ന വിഷമങ്ങളൊക്കെ മാറും എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അതിന് കുറച്ച് ടൈം എടുക്കുമെന്ന് കാണിക്കുന്നുണ്ട്. ആ ഒരു ടൈം ആകുമ്പോൾ, അതായത് നിങ്ങൾ ബലം പ്രയോഗിച്ച്, അതായത് ഇതെനിക്ക് മറന്നേ പറ്റുള്ളൂ എന്ന് വിചാരിച്ച് അതിനായിട്ട് നിങ്ങൾ വളരെയധികം ശ്രമിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ അതിനെ അതിൻ്റെതായ രീതിയിൽ നിങ്ങൾ വിട്ടുകൊടുക്കുക. അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നും മനസ്സൊന്ന് മാറ്റി പിടിക്കുക. അതാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ ഫ്യൂച്ചറായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഫ്യൂച്ചർ അത്ര നല്ല കാര്യമായിട്ടല്ല നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് വളരെയധികം പെയിൻ തരാൻ സാധ്യതയുള്ള ഒരു ബന്ധമൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു.